നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂർ. ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന ആരോപണം നേരിട്ട മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. സ്വതന്ത്ര തീരുമാനമെന്ന് സജി ചെറിയാൻ. കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ഭരണഘടനയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുവെന്നും വിശദീകരണം. നിർണായകമായത് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും AGയുടെ നിയമോപദേശവും. സജി ചെറിയാന് പകരം മന്ത്രി തത്കാലം ഉണ്ടാകില്ല. വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക്. സജി ചെറിയാന്റേത് രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യ രാജി. സജി ചെറിയാനെതിരെ കേസെടുക്കാൻ ഉത്തരവ്. നടപടി തിരുവല്ല 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേത്. തിരുവല്ല ഡിവൈഎസ്പിയെ വിളിച്ചുവരുത്തി കോടതി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് സീതാറാം യെച്ചൂരി. രാജിയോടെ വിഷയം അവസാനിച്ചെന്നും യെച്ചൂരി. രാജി CPIM എടുത്ത തീരുമാനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇടതുമുന്നണി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും കാനം. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജിയെന്ന് PP ചിത്തരഞ്ജൻ. മന്ത്രി സജി ചെറിയാന്റെ രാജി സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് VD സതീശൻ. വിവാദ പ്രസംഗത്തെ തള്ളിപ്പറയാത്തത് അത്ഭുതകരമാണെന്നും ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണ് സജി ചെറിയാനെന്നും പ്രതിപക്ഷ നേതാവ്. സജി ചെറിയാന്റെ രാജി സ്വാഗതാർഹമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഉള്ളിൽ തട്ടിയാണോ രാജി പ്രഖ്യാപനമെന്ന് സംശയമുണ്ട്. ആരോടോ വാശി തീർക്കാൻ രാജിവെച്ചു എന്നാണ് തോന്നുന്നതെന്നും MLA സ്ഥാനത്ത് തുടരുന്നതിനെതിരെ നിയമ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും K സുധാകരൻ. സജി ചെറിയാന്റെ രാജി സ്വാഗതം ചെയ്യുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെ വാക്കുകൾ പ്രയോഗിക്കണമെന്നതിന്റെ താക്കീതാണ് സജി ചെറിയാന്റെ രാജിയെന്ന് രമേശ് ചെന്നിത്തല. സജി ചെറിയാന്റെ രാജി നിവർത്തികേടുകൊണ്ടെന്ന് K മുരളീധരൻ. തുടർഭരണത്തിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി. ഇടതുമുന്നണിയിലെ മന്ത്രിമാർക്കെല്ലാം അഹങ്കാരമാണെന്നും K മുരളീധരൻ. ധാർമ്മികതയുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് KC വേണുഗോപാൽ. ഭരണഘടനയെ മാനിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ശശി തരൂർ MP. ഭരണഘടനയെ അവഹേളിച്ച് ആ സ്ഥാനത്തിരിക്കാൻ സജി ചെറിയാന് കഴിയില്ലെന്നും ശശി തരൂർ. സജി ചെറിയാന്റേത് വൈകി വന്ന തീരുമാനമെന്ന് T മുഹമ്മദ് ബഷീർ MP. പിണറായി സർക്കാരിന്റെ പ്രതിസന്ധി രാജി കൊണ്ട് തീരില്ലെന്നും T മുഹമ്മദ് ബഷീർ. സജി ചെറിയാന്റെ രാജി കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മന്ത്രി ക്ഷമാപണം നടത്തിയിട്ടില്ല. MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും K സുരേന്ദ്രൻ. PT ഉഷയെ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. സംഗീത സംവിധായകൻ ഇളയരാജയും രാജ്യസഭയിലേക്ക്. PT ഉഷ എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമെന്ന പ്രധാനമന്ത്രി. രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെ കേന്ദ്രമന്ത്രിമാരായ മുക്താർ അബ്ബാസ് നഖ്വിയും RP സിംഗും രാജിവെച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ HRDS ൽ നിന്ന് പുറത്താക്കി. സ്വപ്നയ്ക്ക് ജോലി നൽകിയതിന്റെ പേരിൽ ഭരണകൂട ഭീകരതയ്ക്കിരയാകുന്നുവെന്ന് HRDS. സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം വേട്ടയാടുന്നുവെന്ന് സ്വപ്ന സുരേഷ്. സ്വപ്ന സംഘടനയുടെ സ്ത്രീ ശാക്തീകരണ ഉപദേശക സമിതി അധ്യക്ഷയായി തുടരും. സംസ്ഥാനത്ത് പരക്ക മഴ. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിന് സമീപം മണ്ണിടിച്ചിൽ. തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. ചെല്ലാനത്തും വൈപ്പിനിലും വീടുകളിൽ വെള്ളം കയറി. മൂന്നാർ ഗ്യാപ്പിൽ വീണ്ടും മണ്ണിടിച്ചിൽ. മൂന്നാർ പോലീസ് സ്റ്റേഷനു സമീപം മണ്ണിടിഞ്ഞു വീണ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേവികുളം പാതയിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്തും മണ്ണിടിച്ചിൽ. ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി LNG ടെർമിനലിന് സമീപം ബാർജിൽ വെള്ളം കയറി. റോക്ക് 9 ബാർജിലാണ് കടൽക്ഷോഭത്തെ തുടർന്ന് വെള്ളം കയറിയത്. ബോട്ടിലുണ്ടായിരുന്നത് 14-ലേറെ ജീവനക്കാർ. കോസ്റ്റ് ഗാർഡും മെറൈൻ ഫോഴ്സും ചേർന്ന് ജീവനക്കാരെ രക്ഷപ്പെടുത്തി. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ മേഘവിസ്ഫോടനം. 8 പേരെ കാണാനില്ല. ഷിംലയിൽ മണ്ണിടിച്ചിൽ. 1 മരണം. രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെ കേന്ദ്രമന്ത്രിമാരായ മുക്താർ അബ്ബാസ് നഖ്വിയും RP സിംഗും രാജിവെച്ചു. രാജിപ്രഖ്യാപനം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുക്താർ അബ്ബാസ് നഖ്വിയെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതായി സൂചന. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിൽ SFI KSU നേതാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് SFI യൂണിറ്റ് സെക്രട്ടറിയും KSU യൂണിറ്റ് പ്രസിഡന്റും.
രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമണ കേസ് പ്രതികളായ SFI പ്രവർത്തകർക്ക് ജാമ്യം. നടപടി കൽപ്പറ്റ CJM കോടതിയുടേത്. ജയിൽ മോചിതരായ SFI പ്രവർത്തകർക്ക് സ്വീകരണം. പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. ശസ്ത്രക്രിയയ്ക്കിടെ ഇന്നലെ യുവതി മരിച്ചത് ചികിത്സാ പിഴവെന്ന ആരോപണം. അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവുണ്ടായെന്ന് ബന്ധുക്കൾ. മരണം ഹൃദയാഘാതത്തെ തുടർന്നെന്ന ആശുപത്രി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിന്റെ ഉറവിടം തേടി 24 അന്വേഷണം തുടരുന്നു. ആന്ധ്രയിലെ പാടേരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചാവ് മാഫിയക്കെതിരെ നടപടി കർശനമാക്കി സർക്കാർ. പാടേരുവിലെത്തുന്ന മലയാളികളും നിരീക്ഷണത്തിൽ. പരിശോധന ശക്തമാക്കിയിട്ടും ഒഡീഷ വഴി കടത്ത് തുടരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ സ്ഫോടനത്തിൽ 2 മരണം. അസം സ്വദേശികളായ ഫസൽ ഹക്ക്, മകൻ സെയ്ദുൽ ഹക്ക് എന്നിവരാണ് മരിച്ചത്. കച്ചവടത്തിനായി ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് സ്ഫോടനം നടന്നത്. പാചകവാതക ഗാർഹിക സിലിണ്ടറുകളുടെ വില കൂട്ടി. സിലിണ്ടറിന് 50 രൂപ കൂട്ടി. കൊച്ചിയിൽ വില 1060 രൂപയായി. വാണിജ്യ സിലിണ്ടറിന് 8 രൂപ 50 പൈസ കുറഞ്ഞു. AKG സെന്ററിലേക്ക് എറിഞ്ഞ സ്ഫോടക വസ്തു ഏറുപടക്കം പോലുള്ളതാകാമെന്ന് പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം. ഉപയോഗിച്ചത് വീര്യം കുറഞ്ഞ സ്ഫോടക വസ്തു. 6 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ തിരിച്ചറിയാനാകാതെ പോലീസ്. അന്വേഷണം ഊർജിതമെന്ന വിശദീകരണം. തൃശൂർ കുന്നംകുളത്ത് കാർ അപകടത്തിൽ ദുരൂഹത. അതിവേഗതയിൽ ഓടിച്ച കാറിന്റെ മുൻവശത്ത് തൂങ്ങിക്കിടന്നിരുന്ന യുവതി റോഡിൽ തെറിച്ചു വീണു. ഗുരുതരമായി പരിക്കേറ്റ യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. യുവതിയുടെ സുഹൃത്ത് പിടിയിൽ. യുവതിയെ കാറിൽ നിന്ന് തള്ളിയിടുകയായിരുന്നുവെന്ന് പോലീസ്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 16,259 പോസിറ്റീവ് കേസുകളും 28 മരണവും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.56%. ദേശീയ വാർത്തകൾ. സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഉഭയകക്ഷി പങ്കാളിത്തം പ്രധാന ചർച്ചയായെന്ന് റിപ്പോർട്ട്. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചെന്ന് നേതാക്കൾ. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ 2 ഭീകരർ കീഴടങ്ങി. ഹഡീഗാം ഗ്രാമത്തിലെ ഏറ്റുമുട്ടലിനിടെയാണ് കീഴടങ്ങൽ. ആയുധങ്ങൾ അടക്കം പിടികൂടിയെന്ന സേന. 4 വർഷ കാലയളവിൽ ഡൽഹി സർക്കാരിന്റെ കടം 7% വർദ്ധിച്ചെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. 2015-16 നിന്ന് 2019-20 സാമ്പത്തിക വർഷം വർദ്ധിച്ചത് 6.98%. റിപ്പോർട്ട് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ നിയമസഭയിൽ അവതരിപ്പിച്ചു. അണ്ണാ DMKയിലെ ഏക നേതൃത്വ തർക്കത്തിൽ കോർഡിനേറ്റർ ഒ പനീർശെൽവത്തിന് തിരിച്ചടി. പാർട്ടി ബൈലോ തിരുത്തരുതെന്ന മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര നടപടിക്രമങ്ങളിൽ കോടതികൾക്ക് ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി. പാർട്ടിക്ക് മുൻ നിശ്ചയിച്ച പരിപാടികളുമായി മുന്നോട്ടു പോകാം. പുതുച്ചേരിയിൽ ഡെങ്കു ചിക്കൻഗുനിയ നിവാരണത്തിന് നവീന പദ്ധതി. ഡെങ്കു ചിക്കൻഗുനിയ പ്രതിരോധത്തിന് കൊതുകുകളുടെ പ്രജനന രീതിയിൽ മാറ്റം വരുത്തുമെന്ന് ICMR VCRC ഡയറക്ടർ ഡോക്ടർ അശ്വിനി കുമാർ. വൈറസുകളില്ലാത്ത ലാർവകൾ ഉത്പാദിപ്പിക്കുന്ന ആൺകൊതുകുകളെ പ്രജനനത്തിൽ ഉപയോഗിക്കുന്നതാണ് രീതി. റാണോ കണ്ടോവാലിയ വധക്കേസിൽ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയ് റിമാൻഡിൽ. നടപടി അമൃത്സർ കോടതിയുടേത്. ഈ മാസം 11 വരെ റിമാൻഡിൽ തുടരും. മ്യാൻമാറിൽ 2 തമിഴ്നാട് സ്വദേശികളെ സൈന്യം വെടിവെച്ചു കൊലപ്പെടുത്തി. അതിർത്തി പട്ടണമായ മൊറയിൽ കലാപം സൃഷ്ടിച്ചെന്ന് സൈന്യം. ചാരന്മാരെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെക്കുകയായിരുന്നുവെന്ന ആരോപണം. കൊല്ലപ്പെട്ടത് മോഹൻ അയ്യനാർ എന്നിവർ. ആന്ധ്രാപ്രദേശിൽ തിത്ലി ചുഴലിക്കാറ്റ് ബാധിതരുടെ പട്ടികയിൽ നിന്ന് അർഹതപ്പെട്ടവരെ മാറ്റിയെന്ന് പരാതി. 2018 ഒക്ടോബറിൽ ശ്രീകാകുളത്ത് വീശിയ കാറ്റ് ബാധിച്ചത് 1,06,000-ത്തിലധികം കർഷകരെ. 16,000 പേർക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന ആരോപണം. രോഗബാധിതനായ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ സന്ദർശിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. തോളലിന് പരിക്കേറ്റ് ചികിത്സയിലാണ് ലാലു പ്രസാദ് യാദവ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മകൻ അബ്ദുള്ള അസം ഖാനെയും ഭാര്യയെയും വിളിച്ചു വരുത്തി. രാജ്യാന്തര വാർത്തകൾ.
ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വായ്പ വാങ്ങുന്നത് തടയാനൊരുങ്ങിയ IMF. ബാഹ്യശക്തികൾ കൊണ്ട് സാമ്പത്തിക രംഗം നവീകരിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് IMF. ആണവ ചർച്ചകളിൽ കൊമ്പുകോർത്ത് ഇറാനും അമേരിക്കയും. 2015 ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്തംഭനാവസ്ഥയിൽ. ചർച്ചകളിൽ ഇറാന് ഗൌരവമില്ലെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെഡ് പ്രൈസ്. രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചർച്ച നടത്താനൊരുങ്ങി പാക് സർക്കാർ. തെഹ്രീക്ക് താലിബാനുമായി സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി സമിതി യോഗത്തിലാണ് തീരുമാനം. ഉസ്ബെക്കിസ്ഥാനിലെ കരഗൽ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ അന്വേഷണം ആരംഭിച്ച ഐക്യരാഷ്ട്രസഭ. ഉസ്ബെക്കിസ്ഥാൻ ഭരണകൂടത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടെന്ന് UN മനുഷ്യാവകാശ മേധാവി മിഷേൽ ബാഷലറ്റ്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 18 ജൂലൈ 4 ചിക്കാഗോയിൽ നടന്ന വെടിവെപ്പിൽ പ്രതിക്കെതിരെ ചുമത്തിയത് 7 കേസുകൾ. നരഹത്യ, ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയെന്ന് അറ്റോർണി ജനറൽ എറിക് റൈൻഹാർട്ട്. വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം 7. നോർവേയിലെ എണ്ണവാതക തൊഴിലാളികളുടെ സമരത്തിൽ ഇടപെട്ട് സർക്കാർ. വിഷയം പഠിക്കാൻ സ്വതന്ത്ര ബോർഡ് ചുമതല. നടപടി സമരം തുടർന്നാൽ രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ. രാജ്യാന്തര കറൻസി വിപണിയിൽ കരുത്ത് തെളിയിച്ച അമേരിക്കൻ ഡോളർ യൂറോയ്ക്കെതിരെ 20 ആണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഉയർന്ന ഗ്യാസ് വിലയും ആഗോള രാഷ്ട്രീയ അസ്ഥിരതയും നിക്ഷേപകരെ ഡോളർ വാങ്ങിക്കൂട്ടാൻ പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ന്യൂയോർക്കിൽ 77 ദശലക്ഷം പഴക്കമുള്ള ഡൈനോസറിന്റെ അസ്ഥികൂടം ലേലത്തിന്. 5 മില്യൺ മുതൽ 8 മില്യൺ വരെ ഡോളർ ലഭിക്കുമെന്ന് പ്രതീക്ഷ. അസ്ഥികൂടം ലഭിച്ചത് 2018 മിണ്ടാനയിലെ ജൂഡിത്ത് നദിക്ക് സമീപത്ത് നിന്ന്. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നടപടിയുമായി ദക്ഷിണാഫ്രിക്കൻ സർക്കാർ. ട്രേഡ് യൂണിയനുകളുമായി വേതന കരാർ ഒപ്പുവെച്ച സർക്കാർ. യൂട്ടിലിറ്റി ഇസ്കോം വഴിയുള്ള കരാർ വഴി 2 വർഷത്തെ ഏറ്റവും മോശം വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്പോർട്സ്. അവിശ്വസനീയ തിരിച്ചുവരവുമായി നൊവാക് ജോക്കോവിച്ച്. വിംബിൾഡൺ സെമിയിൽ ഇറ്റലിയുടെ ജാനിക് സിന്നറെ തോൽപ്പിച്ചത് ആദ്യ 2 സെറ്റ് പിന്നിട്ട് നിന്ന ശേഷം. സെമിയിൽ ബ്രിട്ടന്റെ കാമറൂൺ നോറി ജോക്കോവിച്ചിന്റെ എതിരാളി. സഞ്ജു വി സാംസൺ വീണ്ടും ഇന്ത്യയുടെ ഏകദിന ടീമിൽ. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള 16 അംഗ സംഘത്തിൽ ഉൾപ്പെടുത്തി. ശിഖർ ധവാൻ ക്യാപ്റ്റൻ, രവീന്ദ്ര ജഡേജ വൈസ് ക്യാപ്റ്റൻ. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ T20 നാളെ സതാംപ്ടണിൽ. വനിതാ യൂറോ കപ്പിനൊരുങ്ങുന്ന സ്പെയിനിന് കനത്ത തിരിച്ചടി. പരിക്കേറ്റ സൂപ്പർ താരം അലക്സിയ പുട്ടിലെസ് ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. താരത്തിന് 6 മാസം നഷ്ടമാകുമെന്ന് ടീം അധികൃതർ. ജില്ലാ വാർത്തകൾ. സ്റ്റാർട്ടപ്പ് മേഖലയിലെ മികച്ച പ്രകടനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം കേരളത്തിന്. സംസ്ഥാനം കരസ്ഥമാക്കിയത് സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ടോപ്പ് പെർഫോമർ പുരസ്കാരം. കേരളം നേട്ടത്തിന് അർഹനാകുന്നത് തുടർച്ചയായ 3ാം തവണ. ശുദ്ധജലം ലഭ്യമാകാതെ തിരുവനന്തപുരം ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത്. ജൽജീവൻ പദ്ധതിയിലെ ശുദ്ധജല വിതരണം ഇതുവരെയും പ്രാവർത്തികമായില്ലെന്ന് പരാതി. സമീപ പഞ്ചായത്തുകളിലെല്ലാം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും പൈപ്പ് ലൈൻ സ്ഥാപിക്കലും തുടങ്ങിയെങ്കിലും ആര്യങ്കോട്ട് മാത്രം പദ്ധതിയുടെ തുടർ നടപടികളായില്ല. താത്കാലികമായി പൂട്ടിയ തിരുമലയിലെ വിജയമോഹിനി സ്പിന്നിംഗ് മിൽ തുറക്കാൻ നടപടിയെടുക്കാതെ കേന്ദ്ര സർക്കാർ. 700ഓളം തൊഴിലാളികൾ ജോലിയെടുത്തിരുന്ന മില്ല് അടച്ചത് കോവിഡ് പ്രതിസന്ധി മൂലം. മില്ല് തുറക്കുന്നതിനായി കേന്ദ്രം നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. പ്രളയത്തിൽ തകർന്ന നെയ്യാറ്റിൻകര അരുവിപ്പുറം പാഞ്ചിക്കാട് റോഡ് നവീകരണം ഉടൻ. ഫണ്ടിന് അനുമതി. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 51 ലക്ഷം രൂപ അനുവദിച്ചെന്ന് കെ ആൻസലൻ MLA. തിരുവനന്തപുരത്ത് 13 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ. അറസ്റ്റിലായത് അസംഗാരമാരി സ്വദേശി റാഷിദ് അലി. ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് പോലീസ്. തിരുവനന്തപുരത്ത് ഡോക്ടർ പിന്റോ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ചിന്തകളുടെ മസ്തിഷ്ക രഹസ്യം എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ പ്രൊഫസർ കെ രാജശേഖരൻ നായർ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് കുമാർ അധ്യക്ഷനായി.
തിരുവനന്തപുരം പോത്തുറയിൽ കടൽക്ഷോഭം രൂക്ഷം. ശക്തമായ തിരകൾ റോഡിലേക്ക് അടിച്ചു കയറി വഴിയാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെട്ടു. കടൽക്ഷോഭത്തിൽ വലഞ്ഞ നാട്ടുകാർ. അട്ടക്കുളങ്ങരയിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച് പോലീസ്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന് മുന്നിലെ കച്ചവടക്കാരെയാണ് ഒഴിപ്പിച്ചത്. പ്രതിഷേധവുമായി കച്ചവടക്കാർ. യൂണിയൻ നേതാക്കൾ ഇടപെട്ട് കച്ചവടം പുനഃസ്ഥാപിച്ചു. ഓഗസ്റ്റ് 1 നടത്തുന്ന രാജ്ഭവൻ മാർച്ച് വിജയിപ്പിക്കാൻ KSKTU BKMU സംയുക്ത ജില്ലാ കൺവെൻഷനിൽ തീരുമാനം. KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. BKMU ജില്ലാ പ്രസിഡന്റ് മനോജ് ഇടമന അധ്യക്ഷനായി. ഈ സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം മുൻ വർഷത്തേതിന് ആനുപാതികമായി നൽകുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ. റോഡ് മെയിന്റനൻസ് ഫണ്ടും റോഡ് ഇതര മെയിന്റനൻസ് ഫണ്ടും തുല്യമായി വിതരണം ചെയ്യും. നടപടി തദ്ദേശ സ്ഥാപനങ്ങളുടെ പരാതിയെ തുടർന്ന്. വ്യത്യസ്തമായ രീതിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ച ഓച്ചിറ ചങ്ങൻകുളങ്ങര SRV UPS. ബഷീർ കഥാപാത്രങ്ങളും കഥാപരിസരവും പുനഃസൃഷ്ടിച്ച വിദ്യാർത്ഥികൾ. പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ. കുണ്ടറ ആശുപത്രി മുക്കിൽ സ്കൂട്ടർ ലോറിയിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ആറുമുറിക്കട സ്വദേശി അലക്സാണ്ടർ. തലയ്ക്ക് സാരമായി പരിക്കേറ്റ രാജേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുളത്തൂപ്പുഴയിൽ വനമഹോത്സവം സംഘടിപ്പിച്ച വനപാലകർ. അപൂർവ ഇനത്തിൽപ്പെട്ടതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ചെങ്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ നട്ടു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ ഗോപകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കുമ്പിത്തോട് പിക്കപ്പ് വാൻ മറിഞ്ഞൊരാൾക്ക് പരുക്ക്. കുന്നം സ്വദേശി മനുവിനാണ് പരുക്കേറ്റത്. സംസ്കാര ചടങ്ങിനുള്ള സാധനങ്ങളുമായി ചെമ്പനോലിയിലേക്ക് പോയ സേവാഭാരതിയുടെ പിക്കപ്പ് വാനാണ് മറിഞ്ഞത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ അജ്ഞാത വാഹനം ഇടിച്ചു തകർന്നു. പത്തനംതിട്ട മെഴുവേലി സ്വദേശി രമേശിന്റെ സ്കൂട്ടറാണ് ഇടിച്ചു തെറിപ്പിച്ചത്. സ്കൂട്ടറിന് സാരമായ കേടുപാട്. ഇലവന്തിട്ട പോലീസിൽ പരാതി നൽകി. ചിറ്റാർ വാലേപ്പടി ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. രാത്രി ഇറങ്ങിയ ആനക്കൂട്ടത്തിന്റെ പിടിയിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വീട്ടുവളപ്പിലെ കാർഷിക വിളകൾ പൂർണ്ണമായി നശിപ്പിച്ചു. ബഫർ സോൺ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ ഓർത്തഡോക്സ് സഭ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിലെ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ആവശ്യം. ആലപ്പുഴയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് വലിയകുളത്ത് പ്രവർത്തിക്കുന്ന HRVM മാൻപവർ കൺസൾട്ടൻസിയുടെ പാർട്ട്നേഴ്സ്. സ്ഥാപനത്തിലെ ജീവനക്കാരൻ വൈശാഖിന്റെ പേരിലും കേസ്. ദേശീയപാതയിൽ കരുവാറ്റ കടുവൻകുളക്കര ജംഗ്ഷനിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് പഞ്ചസാരയുമായി പോയ ലോറി. പരിക്കേറ്റവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പാലാ നഗരസഭയിൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ ആന്റോ ഉദ്ഘാടനം ചെയ്തു. സോഷ്യോ ഇക്കണോമിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്ലാന്റ് നിർമ്മിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ച ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആട് വളർത്താൻ താൽപര്യമുള്ള കുടുംബങ്ങൾക്ക് ആടുകളെ വിതരണം ചെയ്യുന്ന പാത്തമ്മയുടെ ആട് പദ്ധതിക്ക് തുടക്കം. പദ്ധതി പ്രൊഫസർ MK ഫരീദ് ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച റവറന്റ് CM ജോൺ ചിലമ്പിട്ടശ്ശേരിൽ കോർ എപ്പിസ്കോപ്പിയുടെ മകൻ മോൻസി ജോൺ ന്യൂജേഴ്സിയിൽ അന്തരിച്ചു. സംസ്കാര ചടങ്ങുകൾ കെനിൽ വോത്തീസെ ഗ്രേസ്ലാൻഡ് മെമ്മോറിയൽ പാർക്കിൽ നടന്നു. കോട്ടയം നീലിമംഗലം സ്വദേശിയാണ്. കോട്ടയം ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തിയത് പാലാ ബ്ലഡ് ഫോറത്തിന്റെ സഹകരണത്തോടെ. KCBC SC/ST കമ്മീഷൻ ചെയർമാൻമാർ ജേക്കബ് മുരിക്കൻ ഉദ്ഘാടനം ചെയ്തു. ചിന്നക്കനാലിലേക്ക് പോയ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആക്രമണമുണ്ടായത് കൊല്ലം സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ. കേരളത്തിൽ മത്തിയുടെ ലഭ്യത കുറഞ്ഞെന്ന് സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ പഠനം. മുൻവർഷത്തെ അപേക്ഷിച്ച് മത്തിയുടെ ലഭ്യതയിൽ ഉണ്ടായത് 75% കുറവ്. ചാള, മുള്ളൻ, ആവോലി എന്നിവയുടെ ലഭ്യതയിലും കുറവ്. കിളിമീൻ, ചെമ്മീൻ, കൂന്തൽ എന്നിവയുടെ ലഭ്യതയിൽ വർധനയുണ്ടായെന്നും റിപ്പോർട്ട്.
എറണാകുളം ജില്ലയിൽ 60 വികസന പദ്ധതികളുടെ സ്ഥലമെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നടപടി. എറണാകുളം അമ്പലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കൽ, സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുൻഗണന. റോഡിൽ അപകട ഭീഷണിയാകുന്ന കേബിളുകൾ മുറിച്ചുമാറ്റാൻ നടപടിയുമായി തൃക്കാക്കര നഗരസഭ. തീരുമാനം KSEB, BSNL പ്രതിനിധികളെയും സ്വകാര്യ ഏജൻസികളെയും അറിയിച്ചു. റോഡിലൂടെ അലക്ഷ്യമായി വലിച്ച കേബിളുകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റമറ്റ രീതിയിലാക്കാൻ തീരുമാനം. കൊച്ചി മരടിലെ ഹൈലൈറ്റ് പ്ലാറ്റിനോ മാളിൽ കലാ സാങ്കേതിക വിദ്യാ പ്രദർശനം തുടരുന്നു. ഉട്ടോപ്യൻ ഡിസ്റ്റോപ്യ എന്ന പ്രദർശനത്തിൽ ഇൻസ്റ്റലേഷനുകൾ, പ്രഭാഷണങ്ങൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ എന്നിവയും ആർക്കിടെക്റ്റായ ആസിഫ് റഹ്മാനാണ് ക്യൂറേറ്റർ. പ്രദർശനം ഈ മാസം 9 വരെ. തൃശൂർ വരന്തരപ്പള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷം. കുന്നത്തുപാടത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് കർഷകർ. തവനൂരിലെ സെൻട്രൽ ജയിലിൽ ഇന്നു മുതൽ തടവുകാരെ പാർപ്പിച്ചു തുടങ്ങും. ജീവനക്കാരുടെ നിയമനവും മാറ്റിപ്പാർപ്പിക്കേണ്ട തടവുകാരുടെ കണക്കെടുപ്പും പൂർത്തിയായെന്ന് അധികൃതർ. സംസ്ഥാനത്തെ 4ാമത്തെ സെൻട്രൽ ജയിലാണ് തവനൂരിലേത്. മണ്ണെണ്ണ വില വർധനയ്ക്കെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ. പൊന്നാനി അഴിമുഖത്ത് തോണിയിൽ കയറി പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലീഡർ K കരുണാകരന്റെ 104ാം ജന്മവാർഷിക ദിനം ആചരിച്ച് മലപ്പുറം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നാക് അക്രഡിറ്റേഷനിൽ ഉയർന്ന റാങ്ക് നേടിയെടുക്കാനുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. സർവകലാശാലയിലെ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം നടക്കും. നാക് വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം ഓഗസ്റ്റ് പകുതിയോടെ. തകർന്ന കരിപ്പറമ്പ് അരീപ്പാറ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാത്തതിൽ ദുരിതത്തിലായി പ്രദേശവാസികൾ. ശക്തമായി പെയ്ത മഴയിൽ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ അടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കേരള പോലീസ് റിസർവ് ബറ്റാലിയൻ കമാൻഡോ വിങ്ങിലേക്കുള്ള കായികക്ഷമതാ പരിശോധനയ്ക്ക് തുടക്കം. 198 ഒഴിവുകളിലേക്ക് പരിശോധനയ്ക്ക് ഇറങ്ങുന്നത് 88,726 ഉദ്യോഗാർത്ഥികൾ. മലപ്പുറം കാളികാവ് ജംഗ്ഷനിൽ സ്ഥാപിച്ച കാളികാവ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സംഭാവന പെട്ടി മോഷണം പോയി. മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് പണമെടുക്കാനെത്തിയപ്പോൾ. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ സംഘടിപ്പിച്ച കാലിക്കറ്റ് സർവകലാശാല റഷ്യൻ ആൻഡ് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ വിഭാഗം. പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ S. ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന വെൽഫെയർ പാർട്ടി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തിരൂർക്കാട് ടൗണിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. കോഴിക്കോട് എടവണ്ണപ്പാറ പാഞ്ചേരിയിൽ വാഹനാപകടം. അപകടത്തിൽ 10 വയസ്സുകാരൻ മരിച്ചു. എടവണ്ണപ്പാറ സ്വദേശി നവാസിന്റെ മകൻ മുഹമ്മദ് നജാദാണ് മരിച്ചത്. വയനാട് വാഹനമിടിച്ച് KCB ട്രാൻസ്ഫോമർ തകർന്നു. പാൽവെളിച്ചം റോഡിൽ അംബേദ്കർ കോളനിക്ക് വേണ്ടി സ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ് തകർന്നത്. കബനി നദി പുനരുജ്ജീവന പദ്ധതി ലോഗോ പ്രകാശനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ലോഗോ ജില്ലാ കളക്ടറെ ഗീതയ്ക്ക് കൈമാറി. നിർമ്മാണം പുരോഗമിക്കുന്ന മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് പ്രവർത്തികൾക്ക് വീണ്ടും പ്രതിസന്ധി. കനത്ത മഴയിൽ ബൈപ്പാസിന്റെ പാർശ്വഭിത്തികൾ ഇടിഞ്ഞു. കണ്ണൂരിൽ വൻ കഞ്ചാവ് വേട്ട. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി പുന്നോൾ സ്വദേശി അബ്ദുൾ അഹദ് അറസ്റ്റിൽ. കനത്ത മഴയിൽ കാസർഗോഡ് മലയോര ഹൈവേയിലെ കറ്റാക്കവലയിൽ റോഡ് ഇടിഞ്ഞു. അല്പസമയം തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. തോർ സീരീസിലെ 4ാം ചിത്രമായ തോർ ലവ് ആൻഡ് തണ്ടർ നാളെ തിയേറ്ററുകളിൽ. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം തോറിന്റെയും അസ്ഗാർഡ് നിവാസികളുടെയും മറ്റൊരു പോരാട്ടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. തൈക്ക വെറ്റിറ്റിയാണ് സംവിധാനം. ശിവസേന വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെ വിമാനത്താവളത്തിൽ വെച്ച് മദ്യപിക്കുന്നു എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നു. സത്യാവസ്ഥ പരിശോധിക്കാം. വിമത നേതാവിന് അധികാരം മത്തുപിടിച്ചതാണോ അതോ മദ്യപിച്ചതാണോ എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത പ്രചരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്ന ഷിൻഡെയുടെ ദൃശ്യങ്ങളും വാർത്തയ്ക്കൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നു. അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ നിരവധി പേരാണ് വാർത്ത ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്.
ഏക്നാഥ് ഷിൻഡെ പ്രതികരിക്കുന്ന ദൃശ്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം എഡിറ്റ് ചെയ്തതാണ്. ഈ ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടോടെ പ്രചരിക്കുന്നത്. നാളെ അറിയാം. ഇടുക്കിയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾക്കും നാളെ അവധി. കോളേജുകൾക്ക് അവധി ബാധകമല്ല. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. മഹാത്മാഗാന്ധി സർവകലാശാല നാളെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളും മാറ്റി പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസി സന്ദർശിക്കും. സിഗ്രിയിൽ 1800 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കം. തീർത്ഥാടകർ ഇന്നു മുതൽ മിനായിലേക്ക് നീങ്ങും. അറഫ സംഗമം വെള്ളിയാഴ്ച. ഹജ്ജിന് ഇത്തവണ എത്തിയത് 10 ലക്ഷം തീർത്ഥാടകർ. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി നാളെ അദാലത്ത് നടത്തും. ഓൺലൈനായാണ് അദാലത്ത്. കോഴിക്കോട് സിറ്റി, കോഴിക്കോട് റൂറൽ എന്നിവിടങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതി പരിഗണിക്കും. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.